ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിലിഷ് മൈ ലൈഫ്. ഇന്ന് നമ്മൾ കേക്ക് ഫ്ലോറും അതേപോലെ തന്നെ സെൽഫ് റൈസിങ് ഫ്ലോറും വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ബേക്കിംഗ് റെസിപ്പീസ് നോക്കുമ്പോൾ നമുക്ക് ഓരോ റെസിപ്പീസും ഡിഫറെൻറ്റ് ഫ്ലോറാണ് യൂസ് ചെയ്യാൻ പറയാറ്. ചിലതിൽ മൈദ യൂസ് ചെയ്യാൻ പറയും, ചിലതിനകത്ത് കേക്ക് ഫ്ലോർ പറയും, ചിലതിനകത്ത് സെൽഫ് റൈസിങ് ഫ്ലോർ പറയും. ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് അല്ലെങ്കിൽ കുക്കീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റെസിപ്പി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് സെയിം ഫ്ലോർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് ഫ്ലോർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഒരു കപ്പ് കേക്ക് ഫ്ലോർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദ ലെവൽ ചെയ്തിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നത് പോലെ ലെവൽ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ലെവൽ ചെയ്തിട്ട് മൈദ എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ലെവൽ ചെയ്തിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സെൽഫ് റൈസിങ് ഫ്ലോർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദ എടുക്കുക, ലെവൽ ചെയ്തിട്ട് തന്നെ എടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സെൽഫ് റൈസിങ് ഫ്ലോറും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ കേക്ക് ഫ്ലോറും സെൽഫ് റൈസിങ് ഫ്ലോറും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് റെസിപ്പീസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.